കഴിഞ്ഞ് നമ്മളിവിടെ കൂടുതൽ റണ്ണെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വർഷം കളിക്കുന്ന പടം നമ്മളിവിടെ ഷെഹനായിസിലാണ് വിളിച്ചത്. ചിത്രം ആ പടത്തിൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ലക്ഷം കളക്ഷൻ മോശമായിരുന്നു. പിന്നെ അങ്ങോട്ട് റൈസായി കംപ്ലീറ്റ് ലേഡീസ് ആയിരുന്നു അതിന്. അത് ഒരു 49 ദിവസം കളിച്ച് നമ്മൾ നേരെ ലിറ്റിൽ ഷെഹനാസിന് ഷിഫ്റ്റ് ചെയ്ത് മോഹൻലാലിന് അടുത്ത പടം വന്നു, ദൗത്യം. ആ പടത്തിന് ഇതുപോലെ നമ്മുടെ ഈ മലക്കോട്ട വാരിടുന്നതുപോലെ ഭയങ്കര ഹൈപ്പായിരുന്നു. ആ പടത്തിന് ഫസ്റ്റ് ഡേ നമുക്കിവിടെ പറയാൻ പറ്റാത്ത തിരക്കാണ്, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് വന്ന് നമുക്ക് ഇത് തിയേറ്ററിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ രാവിലെ ഒരു 7 മണി മുതൽ തന്നെ ഇവിടെ ജനങ്ങൾ തടിച്ചു കൊണ്ടൊരു സന്ദർഭമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ അന്ന് ഫിലിമായിരുന്നു. നമുക്കൊരു മോഹൻലാൽ പടം റിലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആദ്യം നമ്മുടെ ഗോഡ് ഫാദർ തിരുവനന്തപുരത്ത് കളിച്ചത്. എറണാകുളം സിറ്റിയിൽ വേറൊരു പടം കളിച്ചിട്ടില്ല ഒരു വർഷം, ചിത്രമാണ് കളിക്കുന്നത്. ഭയങ്കര ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയലും പിന്നെ ലേഡീസ് ഫാമിലീസ് ഇങ്ങനെ വരിക. അതുപോലെ ചിത്രം കളിച്ച് കഴിഞ്ഞ് നമുക്കിവിടെ പിന്നെ നാടോടിക്കായിട്ട് നമ്മളിവിടെയാണ് കളിച്ചത്. അതിവിടെ ഒരു 121 ദിവസം കണ്ടിന്യൂസ് ഷെഹനായിസിൽ മാത്രം കളിച്ച് നമ്മൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ നടത്തി ഇവിടെ വെച്ചിട്ടാണ്. ഷെഹനായിസിലാണ് അവാർഡ് ദാനങ്ങളും അന്ന് എല്ലാ സ്റ്റാർസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസിക്കലായാലും കോമഡി ആയാലും ആക്ഷൻ ആയാലും മോഹൻലാലിൻ്റെ അത്രയും അഭിനയ കഴിവുള്ള ഒരാളെ ഞാൻ തന്നെ ഇത്രയും സർവീസ് നടത്തി ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നല്ല, എന്നാലും ഇത്രയും സ്ഫടികം കളിച്ചിവിടെയുണ്ട്. അതുമൊക്കെ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റാത്ത അത്ര തിരക്കുള്ള പടങ്ങളായിരുന്നു. ഓട്ടോ കളിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിക്കറ്റ് ഇനാഗുറേഷൻ ചെയ്യുന്ന പുള്ളിയാണ്, മോഹൻലാലാണ്. മോഹൻലാൽ രേഖ സർവീസ് നടത്തി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ സ്ഫടികം കളിച്ചിവിടെയുണ്ട്. അതുമൊക്കെ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റാത്ത അത്ര തിരക്കുള്ള പടങ്ങളായിരുന്നു. ഓട്ടോ കളിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിക്കറ്റ് മോഹൻലാൽ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണല്ല. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇത്രയും കൂടുതൽ ആരാധിക്കുന്ന ഒരു മലയാളം നടൻ വേറെയില്ല, മോഹൻലാൽ സാറിന് ഇനിയും ഒരു 100 വർഷം ഇതുപോലെ അദ്ദേഹം അഭിനയത്തിൻ്റെ പടവുകൾ കയറാൻ സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.